ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കലവറയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ വീട്ടുമുറ്റത്ത് നല്ല വിളഞ്ഞ് പാകമായ ഒരു ഏത്തക്കൊല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏത്തക്കൊല പാകമായി വന്നപ്പോഴേ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു ഐറ്റം ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുതിയൊരു ഐറ്റം ഉണ്ട്, ഏത്തനിട്ട പോത്ത്. അപ്പോൾ ഏത്തക്ക, അതായത് നല്ല വിളഞ്ഞ് പാകമായ നല്ല നാടൻ ഏത്തക്ക ഇട്ടിട്ട് ഒരട്ടിപ്പള്ളി ബീഫ് കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ രുചി വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഏത്തക്കായ കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പോൾ തന്നെ കൊല മുറിച്ചത് കൊണ്ട് കറയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ അതിനെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അതിൻ്റെ കറയെല്ലാം പോയി കിട്ടും. അപ്പോൾ ഒരു 5-6 കായൊക്കെ നമുക്ക് ഇതിലേക്ക് ഇടാം. നമ്മളൊരു 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ നെടുകെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ ഇതിൻ്റെ തൊലി നല്ലതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റും. അതായത് വിളഞ്ഞ പാകമായ കായാണ്, ഏത്തക്കായാണ് നമുക്ക് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അതിനെ തൊലിയൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റും. അതിന് ശേഷം നമുക്കൊരല്പം വെള്ളത്തിൽ അല്പസമയം ഇട്ടേക്കുന്നത്, ഒരു അല്പം ഉപ്പ് ഇട്ട വെള്ളമാണെങ്കിൽ കറയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാ കായും ഇതുപോലെ കട്ട് ചെയ്ത് കഴുകിയെടുക്കാം. കഴുകി കറയെല്ലാം പോയതിന് ശേഷം നമുക്കിതിനെ ആദ്യം തന്നെ കട്ട് ചെയ്ത് നമുക്ക് കുറച്ച് സമയം അതിനെയും വെള്ളത്തിൽ ഇട്ടേക്കാം. നമുക്ക് തീരെ ചെറിയ പീസുകളായിട്ടല്ല നമ്മൾ കട്ട് ചെയ്യുന്നത്, കുറച്ച് വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്ത് നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചേക്കണം. ഉപ്പിട്ട വെള്ളത്തിൽ വെച്ചിരുന്നാൽ കറയെല്ലാം പോയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ബീഫ് കഴുകിയെടുക്കാം. നമ്മൾ നല്ല നാടൻ പോത്തിറച്ചിയാണ് ഇട്ടിരിക്കുന്നത്. അതിനോടൊപ്പം 2 വലിയ പീസ് എല്ല് പീസ് കൂടെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ അതിനെ ഒന്ന് കഴുകി മാറ്റാം. അപ്പോൾ നമ്മുടെ എല്ലിനകത്ത് മജ്ജയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിലിട്ട് കഴുകുന്ന സമയത്ത് അതെല്ലാം പോകാനുള്ള സാധ്യത. അപ്പോൾ നമുക്ക് ആദ്യം അതിനെ ഒന്ന് കഴുകി മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമുക്കത് ഫുള്ളായിട്ട് കഴുകിയെടുക്കാം. ഒരു 3-4 വെള്ളം നല്ലതുപോലെ കഴുകി നമ്മൾ വെള്ളമെല്ലാം തോരാനായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മുടെ 3-4 വെള്ളം നല്ലതുപോലെ കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇനി കഴുകി വെള്ളം തോർന്നു കഴിഞ്ഞാൽ ഈ ബീഫിനെ നമ്മൾ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാനാണ് പരിപാടി. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുക്കറിൽ തന്നെ ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് നമ്മളത് കുക്കറിലേക്ക് ഇടുകയാണ്. കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മൾ ചെറിയ ഉള്ളി ആണ് ചേർക്കുന്നത്. 1 കപ്പ് ചെറിയ ഉള്ളി നമ്മൾ മുഴുവനായിട്ടുള്ളതിന് അരിയാതെ നമുക്ക് അതിലേക്ക് ഇടുന്നു. അതുപോലെ തന്നെ ഒരു 10-15 അല്ലി വെളുത്തുള്ളി തൊലിച്ചത്, കുറച്ച് ഇഞ്ചി ചതച്ചതാണ്. ആ ഇഞ്ചി ചതച്ചതും നമ്മളിതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ബീഫിന് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുറച്ച് നാടൻ കറിവേപ്പില തണ്ടോടുകൂടി തന്നെ അങ്ങനെ, അപ്പോൾ അതിൻ്റെ നല്ല മണമൊക്കെ അതിന് കിട്ടും. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് തിരുമ്മി നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ മിക്സായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ വലിയ 2 എല്ലിൻ്റെ പീസ് ഉണ്ടായിരുന്നില്ല, അത് നമുക്ക് ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ആദ്യം മാറ്റി വെച്ചത്. പണ്ടല്ലേ ഇതിനകത്ത് നല്ല മജ്ജ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ ബീഫ് കൊണ്ട് തന്നെ അതിനെ പൊതിഞ്ഞ്, അപ്പോൾ അതിൻ്റെ മഞ്ഞൾപ്പൊടിയെല്ലാം അതിനും കൂടെയൊക്കെ പിടിച്ച് കിട്ടും. അതിനുശേഷം നമുക്ക് ഈ കുക്കർ അടച്ച് നമുക്കൊരു 2 വിസിൽ കേൾക്കുന്ന സമയം വരെ നമുക്ക് വേവിച്ചെടുക്കാം. ബാക്കി സമയം നമുക്ക് മറ്റേ അടുപ്പിലാണ് വേവുന്നത്. അപ്പോൾ 2 വിസിൽ കേൾക്കുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബീഫെല്ലാം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല കൂട്ടൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതിലേക്ക് കുറച്ച് കടുകെല്ലാം ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ തേങ്ങ ഇച്ചിരി വലുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, സ്പെഷ്യലാണ്. ആ തേങ്ങയും ഇട്ട് കുറച്ച് നാടൻ കറിവേപ്പിലയും ഇട്ട് കുറച്ച് വറമുളക് കൂടെ നമ്മളിതിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ തേങ്ങയുടെ കളറൊന്ന് മാറി വരുമ്പോൾ ഒരു ഗോൾഡൻ കളറിലേക്ക് ചേഞ്ചായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരുന്ന കുറച്ചുണ്ടായിരുന്നു, അതും കുറച്ച് സവാളയും ഒരു 4-5 പച്ചമുളകും അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലതുപോലെ വഴണ്ട് വരുമ്പോഴേക്കും നമ്മളൊരു 2 തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതൊന്ന് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയുടെ പൊടിയും അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് നല്ലതുപോലെ നിളക്കണം. ഈ പൊടിയെല്ലാം
ചൂടായി ഒന്ന് മൂത്ത് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമ്മുടെ ബീഫും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ആ ബീഫും കൂടെ നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ആ ബീഫിൽ നമുക്കിനി എന്ത് ചെയ്യാം, നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഏത്തക്കായുടെ പീസും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഈ ബീഫും ഈ ഏത്തക്കായും കൂടെ ചേർന്നാണ് വേവാനുള്ളത്. അപ്പോൾ ഒരു അല്പം വെള്ളത്തിൻ്റെ കുറവുണ്ട് ഇതിൽ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവൂ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏത്തക്ക വെന്ത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ ആവശ്യത്തിന് കുരുമുളക് പൊടി ഇപ്പോൾ 2 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പൂണോളം ഗരം മസാലയുടെ പൊടിയും വേണമെങ്കിൽ ഒരു 1/2 സ്പൂൺ ഉലുവാപ്പൊടി കൂടെ നമുക്ക് ചേർക്കാം. ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് മിക്സായിട്ട് നമ്മുടെ ഈ ഏത്തക്കായിലേക്ക് ഇതിൻ്റെ ഈ ഗ്രേവിയുടെ ടേസ്റ്റെല്ലാം പിടിച്ചത് വെന്ത് കിട്ടും. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് സമയം ഇതിനെ അടച്ച് വെച്ച് വേവിക്കണം. നമുക്കൊരല്പസമയം അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഏത്തക്ക നല്ലതുപോലെ വിളഞ്ഞ കായായതുകൊണ്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല കറിയെല്ലാം നല്ലതുപോലെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഏത്തക്കായൊക്കെ വെന്തു. നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിരുന്ന മല്ലിയില കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വാരി വിതറാം. അപ്പോൾ നമ്മുടെ ഏത്തനിട്ട പോത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ തേങ്ങാക്കൊത്തൊക്കെ കണ്ടില്ലേ, തെളിഞ്ഞ് നിൽക്കുക. ഈ തേങ്ങാക്കൊത്തും, അതായത് ഈ ഏത്തക്ക ചേർത്താണ് നമ്മൾ കഴിക്കുന്നത്. ഏത്തക്കായും ഈ ബീഫും കൂടെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ആ തേങ്ങ കൂടെ കടിക്കുമ്പോൾ എന്തായിരിക്കും ഒരു ടേസ്റ്റ്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വെറൈറ്റി ഡിഷ് അല്ലേ, ഏത്തനിട്ട പോത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെന്ത് നല്ല റോസ്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ട് എന്ന് ഇനി കഴിച്ച് നോക്കാം. നമ്മുടെ ഏത്തക്കായൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തേങ്ങ ഒക്കെ നമ്മളിട്ടിരുന്ന തേങ്ങയെല്ലാം നല്ലതുപോലെ മസാലയെല്ലാം പിടിച്ച് റെഡിയായി കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ കഴിക്കാൻ നോക്കാം. നമുക്കിതിന് വേറെ കോമ്പിനേഷൻ ഒന്നും വേണ്ട, അതാണ് ഇതിൻ്റെ പ്രത്യേകത അല്ലേ. നമ്മുടെ ഏത്തക്ക ഇതിനകത്ത് നല്ലതുപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കപ്പ കഴിക്കുന്നത് പോലെ തന്നെ ആ ഏത്തക്ക കഴിക്കാം. ആ ഏത്തക്കയിലേക്ക് നമ്മുടെ ഈ ബീഫിൻ്റെ മസാലയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കുകയായിരിക്കും. അതെങ്ങനെയുണ്ട് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടെന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ ഈ കായും ആ ബീഫും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് കഴിക്കാം. ഇതുപോലെ കിട്ടും കായും ബീഫും കൂടെ. അപ്പോൾ നമുക്കത് ചേർത്തിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഏത്തക്കായൊക്കെ നല്ലതുപോലെ വിളഞ്ഞ നല്ല നാടൻ കായാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നമ്മളല്ലാതെ തന്നെ പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ നല്ല പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് ഈ ബീഫിൻ്റെ ഗ്രേവിയിൽ കിടന്നാണ് വെന്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ട് പ്രത്യേക ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏത്തക്കായോടൊപ്പമൊക്കെ നല്ല എല്ല്, ഒരു വലിയ ബോണാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഈ ഒരു 1/4 പീസാണ് നമ്മുടെ, ഉണ്ടല്ലേ, ഇത്രയും വലിയ ഒരു 2 പീസുകളാണ് നമ്മൾ വെട്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് മജ്ജയൊക്കെ ഉണ്ട്, അതെല്ലാം വെന്ത് റെഡിയായി. ഇനി നമ്മളിതിലേക്ക് പാത്രത്തിൽ തട്ടുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഊർന്ന് ഇറങ്ങി വരും. ഒക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ഇതിന് വളരെ ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കണേ. ഇത് എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? പൊളി സാധനം അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ പാങ്ങോട്ടെ കൊച്ചാലുമൂടത്തെ നൗഷാദിക്ക് നമ്മുടെ ഒരു വലിയ താങ്ക്സ് പറയാം അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ ഇനിയും വീണ്ടും വരാം. സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ. ബൈ ബൈ. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യുക കൂടി വേണം. ബൈ.